ഇസ്രായേലും പലസ്തീനുമായിട്ടുള്ള യുദ്ധം തുടങ്ങിയിട്ട് 2 വർഷത്തോളമായി. എന്നാൽ 2 ദിവസത്തോളമായി ഒരു സന്തോഷകരമായ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഗസയിൽ ആദ്യഘട്ട വെടിനിർത്തൽ കരാറിന് ഇസ്രായേലും ഹമാസും ധാരണയായി എന്നുള്ളതാണ്. എല്ലാ ബന്ദികളെയും വിട്ടയക്കുമെന്നും ഇസ്രായേൽ അവരുടെ സൈന്യത്തെ ധാരണപ്രകാരം പിൻവലിക്കുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് വാർത്താ മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടിട്ടുള്ളത്. എന്നാൽ 3 ആവശ്യങ്ങൾ ഹമാസ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തേതാണ് സ്ഥിരവും സമഗ്രവുമായ വെടിനിർത്തൽ. ഒരു ഉപാധിയുമില്ലാതെ മരുന്നും ഭക്ഷണവും വെള്ളവും ആവശ്യാനുസരണം ലഭ്യമാക്കണമെന്നും അതോടൊപ്പം തന്നെ പൂർണ്ണമായും ഇസ്രായേലിന്റെ സൈന്യത്തെ പിൻവലിക്കണമെന്നും അന്താരാഷ്ട്ര സഹായം ഗസയിലേക്ക് അനുവദിക്കണമെന്നുമാണ് ഹമാസ് മുന്നോട്ട് വെച്ചിട്ടുള്ള ആവശ്യങ്ങൾ. ഗസയിലെ ബിൽഡിങ്ങുകൾ 90% തകർന്ന നിലയിലാണുള്ളത്. 11,000-ഓളം വരുന്ന പോപ്പുലേഷനുള്ള ഖുസ എന്ന സിറ്റി പൂർണ്ണമായും ഇല്ലാതായിട്ടുണ്ട്. ഗസയുടെ മുകൾ ഭാഗത്തു നിന്നും താഴേക്ക് അക്രമങ്ങൾ അഴിച്ചുവിടുകയും അവിടെയുള്ള ജനങ്ങളെ കുടിയൊഴിപ്പിച്ചുകൊണ്ട് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് അവിടെയുള്ള ബിൽഡിങ്ങുകൾ തകർക്കപ്പെടുന്നത്. ഫലഭൂയിഷ്ഠമായ ഗസയിലെ അഗ്രികൾച്ചർ ലാൻഡുകളെല്ലാം തകർത്തുകൊണ്ടാണ് ഗസയെ തകർക്കാൻ ഇസ്രായേൽ ശ്രമിക്കുന്നത്. ഹോസ്പിറ്റലുകളുടെ കാര്യം പറയുകയാണെങ്കിൽ അതിൽ 84% എല്ലാ ഫെസിലിറ്റികളും നഷ്ടമായിരിക്കുന്നു. അവിടെയുള്ള വലിയ ആശുപത്രിയായ അൽ ഷിഫ ഹോസ്പിറ്റൽ പോലും നിരവധി തവണ അറ്റാക്ക് ചെയ്യപ്പെട്ടു. ഇവിടെ വിദ്യാഭ്യാസത്തിന്റെ കാര്യമാണെങ്കിൽ 87% സ്കൂളുകളും കോളേജുകളും യൂണിവേഴ്സിറ്റികളും തകർത്തടിയപ്പെട്ടു. വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഗസയിലെ കുട്ടികൾ വളരെ ഗുരുതരമായ പ്രശ്നത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഗസയിലെ ജനങ്ങൾക്ക് ഇലക്ട്രിസിറ്റി പൂർണ്ണമായും തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇതിനാൽ ഹോസ്പിറ്റലുകളിൽ മേജർ സർജറി പോലും ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. ജനറേറ്ററിന്റെ സഹായത്തോടെ മാത്രമേ സർജറികൾ നടന്നു വന്നിരുന്നത്. എന്നാൽ ജനറേറ്ററുകളിൽ നിറയ്ക്കാനുള്ള ഇന്ധനം വരെ ഇസ്രായേൽ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ഒരു മനുഷ്യൻ സർവൈവ് ചെയ്യണമെങ്കിൽ 6 ലിറ്റർ വെള്ളം വേണമെന്നാണ് WHO കണക്ക് പ്രകാരം. എന്നാൽ ഗസയിലെ ജനങ്ങൾക്ക് 5 ലിറ്ററിൽ താഴെ മാത്രമേ കുടിവെള്ളം ലഭ്യമാകുന്നുള്ളൂ. 2023 ഏപ്രിൽ മുതൽ ഉള്ള കാലഘട്ടം നോക്കിക്കഴിഞ്ഞാൽ പലസ്തീൻ ജനതയിലെ 64,414 ജനങ്ങൾ കൊല ചെയ്യപ്പെട്ടു. 1,68,000 ജനങ്ങൾക്ക് അപകടം പറ്റുകയും മാരകമായ പരിക്കുകൾ സംഭവിക്കുകയും ചെയ്തു. പലരും പല ബിൽഡിങ്ങുകൾക്കിടയിലും മരണപ്പെട്ട് കിടക്കുന്നുണ്ട്. ഏകദേശം ഒരാഴ്ചയിലെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ 500ഓളം ആളുകൾ മരണപ്പെടുകയും 1,500ഓളം പേർക്ക് പരിക്ക് പറ്റുകയും ചെയ്യുന്നുണ്ട്. ഇനി ഭക്ഷണത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ടോട്ടൽ ജനങ്ങൾക്ക് ആവശ്യമുള്ളതിന്റെ 30% മാത്രമേ അവിടെ ഭക്ഷ്യപദാർത്ഥങ്ങൾ അവർക്ക് ലഭിക്കുന്നുള്ളൂ. 5 ലക്ഷത്തോളം ജനങ്ങൾ അതിരൂക്ഷമായ പട്ടിണിയിലാണ് കഴിയുന്നത്. ഇതിനോടകം 157ഓളം കുട്ടികൾ പോഷകാഹാരക്കുറവ് മൂലം മരണപ്പെടുകയുണ്ടായി. ഗസയിൽ നിന്നും വരുന്ന പല ചിത്രങ്ങളും വീഡിയോകളും നമ്മളുടെ കണ്ണുകൾ നനയിപ്പിക്കുന്നതാണ്. പ്രത്യേകിച്ച് കുട്ടികളുടെ അവസ്ഥ. ഭക്ഷണത്തിന് വേണ്ടി അവർ ക്യൂ നിൽക്കുന്നതും പല ദിവസങ്ങളിലും ഗസയിലെ ജനങ്ങൾക്ക് ഭക്ഷണം കിട്ടാറില്ല. എന്തുമാത്രം സങ്കടത്തോടു കൂടിയാണ് നമ്മൾ ഈ വാർത്തകൾ കേൾക്കുന്നത്. ജീവൻ വേണമെങ്കിൽ ഇവിടം വിട്ടു പോയിക്കോളൂ എന്ന രീതിയിലുള്ള സമീപനമാണ് ഇസ്രായേൽ ഡിഫൻസ് മിനിസ്റ്ററുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. പലായനം ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും ഗസയിലെ ആളുകൾ വളരെയധികം വിഷമത്തിലാണ്. കാരണം ട്രാൻസ്പോർട്ടേഷൻ തന്നെയാണ് അവിടെയുള്ള വലിയൊരു ബുദ്ധിമുട്ട്. ഇന്ധന ലഭ്യത വളരെ കുറഞ്ഞ തോതിലായതുകൊണ്ട് അവർക്ക് വാഹനങ്ങളെ ആശ്രയിക്കാൻ കഴിയുന്നില്ല. അതിനാൽ കാൽനടയായി വളരെയധികം ദൂരം അവർ സാധനങ്ങൾ ചുമന്നുകൊണ്ട് നടക്കേണ്ടി വരുന്നു. ഇത്രയും ഗുരുതരമായ വ്യത്യസ്തമായ രീതിയിലുള്ള പ്രവണതകളാണ് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്നും പലസ്തീന് നേരിടേണ്ടി വരുന്നത്. ഈ പ്രശ്നങ്ങളെല്ലാം അവസാനിക്കട്ടെ എന്നും രക്തച്ചൊരിച്ചിലുകളൊന്നും ഇല്ലാത്ത
ഫലസ്തീൻ ഉണ്ടാകട്ടെ എന്നും നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഇതിൽ റിലീജിയൻ പരമായ കാര്യങ്ങൾ മാറ്റി നിർത്തപ്പെട്ടാൽ മനുഷ്യത്വത്തിൻ്റെ കണ്ണുകളിലൂടെ ഗസയിലെ ജനങ്ങളെ നമ്മൾ കാണുകയാണെങ്കിൽ വളരെ മോശം അവസ്ഥയിലൂടെയാണ് ഗസയിലെ സാധാരണക്കാരായ മനുഷ്യർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ തന്നെ ആയാലും എല്ലാം വളരെ പെട്ടെന്ന് തന്നെ അവസാനിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ലോകത്ത് സമാധാനം പുലരട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക.